class. Today we are going to study a new chapter, States of Matter. What are the different states of matter? Solid, liquid, gas, plasma and Bose-Einstein condensates. ഇത്രയും സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് ഉള്ളത്. ഇതിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് H2O എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നതാണ്. H2O വാട്ടറിൻ്റെ സോളിഡ് ഫോം ഏതാണ്? ഐസ്. അത് ലിക്വിഡ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഗ്യാസ് ഫോം എന്ന് പറയുമ്പോൾ വേപ്പർ. വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ വേപ്പറായിട്ട് മാറുന്നത് അതിൻ്റെ ഗ്യാസ് ഫോം. അപ്പോൾ ഇവിടെ ഈ മാറ്ററിൻ്റെ സ്റ്റേറ്റ് മാറുമ്പോൾ, ഫിസിക്കൽ സ്റ്റേറ്റ് മാറുമ്പോൾ അതിൻ്റെ ചില പ്രോപ്പർട്ടീസിലും ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ സോളിഡ് ആണെങ്കിൽ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും, പക്ഷെ അതിന് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇല്ല, സ്വയം മൂവ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇല്ല. എന്നാൽ ലിക്വിഡിൻ്റെ കേസിലാണെങ്കിലോ അതിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല. നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ ഒരു വോളിയം അതിന് കിട്ടും, ആ ഷേപ്പ് കിട്ടും. കൂടാതെ അതിന് ചെറുതായിട്ട് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി, ഫ്രീഡം ഉണ്ട്. ഗ്യാസിന്റെ കേസിലാണെങ്കിലോ ഗ്യാസിന് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് നോട്ട് ഡെഫിനിറ്റ് വോളിയം ബട്ട് ഹാവ് ഗ്രേറ്റ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അത് നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ അങ്ങനെ ഫിസിക്കൽ സ്റ്റേറ്റ് മാറുമ്പോൾ അതിന്റെ ഫിസിക്കലായുള്ള പ്രോപ്പർട്ടീസിനും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കൂടുതലായിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ മാറ്ററിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സും അതുപോലെ അതിന്റെ തെർമൽ എനർജിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പൊ എന്താണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾസിനിടയിലുള്ള ഫോഴ്സ് അല്ലെ? ഒരു സബ്സ്റ്റൻസ്, ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവയ്ക്കിടയിൽ വരുന്ന ഫോഴ്സിനെയാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സും ആയിരിക്കാം, റിപ്പൾസീവ് ഫോഴ്സും വരാം. അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സും ഉണ്ട്, റിപ്പൾസീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സും ഉണ്ട്. അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സിനെ വിളിക്കുന്നതാണ് വാണ്ടർ വാൾസ് ഫോഴ്സ്. ഈ വാണ്ടർ വാൾസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് വാണ്ടർ വാൾസ് ഫോഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് വാണ്ടർ വാൾസ് ഫോഴ്സ് നോക്കാം. ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ്, ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് ഡൈപോൾ ഡൈപോൾ ഫോഴ്സ്. തേർഡ് വൺ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. ആൻഡ് ഫോർത്ത് വൺ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞൊരു ടോപ്പിക്കാണ്. ഇനി ബാക്കിയുള്ള വാണ്ടർ വാൾസ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ്. അപ്പോൾ ഒരു നോൺ പോളാർ മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എന്താണ് നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ? അത് ഡൈപോൾ മൊമെന്റ് ഇല്ലാത്ത മോളിക്യൂൾ. എന്താണ് ഡൈപോൾ മൊമെന്റ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഇല്ലാത്ത ഒരു മോളിക്യൂളിനെയാണ് നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോൺ പോളാർ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ടെമ്പററി ആയിട്ട് ഒരു ഡൈപോൾ ക്രിയേറ്റ് ചെയ്യും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് എ എന്ന് പറയുന്ന ഒരു ആറ്റവും ബി എന്ന് പറയുന്ന ഒരു ആറ്റവും കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇതിൽ എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണിക് ചാർജ് യൂണിഫോമില് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇലക്ട്രോണിക് ചാർജ് എന്താണ്? അത് എല്ലാ ആറ്റത്തിന്റെ എല്ലാ പൊസിഷനിലേക്കും എല്ലാ സൈഡിലേക്കും ഒരേപോലെയാണ് കിട്ടുന്നത്, സെൻട്രലാണ് നിൽക്കുന്നത്. ബി എന്ന് പറയുന്ന ആറ്റത്തിന്റെ കേസിലും അങ്ങനെയാണ്, ഇലക്ട്രോണിക് ചാർജ് യൂണിഫോം ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ഇലക്ട്രോണിക് ചാർജിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുക, അതായത് അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ കാണിച്ച പോലെ അത് ലെഫ്റ്റ് സൈഡിലേക്ക് ആ ഇലക്ട്രോണിക് ചാർജ് മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ആറ്റത്തിനുള്ളിൽ ഒരു ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഡൈപോൾ മൊമെന്റ് നമുക്കറിയാലോ, എങ്ങനെയാണ് ഡൈപോൾ വരക്കാം? ഹെഡ് പൊസിഷനും ടൈൽ പൊസിഷനും ഉള്ള ഒരു ആരോ ആണ് വരക്കാറ്. അപ്പൊ അതിന്റെ ഹെഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും നെഗറ്റീവ് ചാർജ് കൂടുതൽ വന്നു. കാരണം പോസിറ്റീവ് ചാർജ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു, അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. അപ്പൊ അവിടേക്ക് അതിന്റെ ഹെഡ് പൊസിഷനും ഇവിടെ ടെയിൽ പൊസിഷനും വന്നു. അപ്പൊ ഈ ആറ്റത്തിനുള്ളിലെ ഡൈപോള് ടെമ്പററി ആയിട്ടാണ് അവിടെ ഉണ്ടായത്, പെർമനന്റ് അല്ല, ടെമ്പററി ഡൈപോള് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ബി എന്ന് പറയുന്ന ആറ്റത്തിലും ഡിസ്റ്റോർഷൻ സംഭവിക്കും. കാരണം ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പോസിറ്റീവ് ചാർജ് ഇവിടേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ അതും ഒരു സൈഡിലേക്ക്, ഇത് ഏത് സൈഡിലേക്കാണോ മൂവ് ചെയ്ത് അതേ സൈഡിലേക്ക് എന്ത് ചെയ്യും? ആ ഇലക്ട്രോണിക് ചാർജ് മൂവ് ചെയ്തു. അപ്പൊ അവിടെയും ഒരു ഡൈപോള് ടെമ്പററി ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ രണ്ട് ടെമ്പററി ഡൈപോൾസ് ഉണ്ടായി. ഈ രണ്ട് ടെമ്പററി ഡൈപോൾസ് തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ്. അപ്പൊ ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ടെമ്പററി ഡൈപോൾസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ
ഇന്ററാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/r⁶. അത് 1/r⁶ പ്രൊപ്പോർഷനിലാണ്. ഇവിടെ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ 1/r⁶ പ്രൊപ്പോർഷനിലാണ്. അതായത് r എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് r. ഈ രണ്ട് പാർട്ടിക്കിൾസിനിടയിലുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിനെയാണ് r എന്ന് പറയുന്നത്. ആ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ 6th പവറിന് റെസിപ്രോക്കൽ ആണ്. 6th പവറിന്റെ റെസിപ്രോക്കലിന്റെ പ്രൊപ്പോർഷനിലാണ് ഇവിടെ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ എനർജിയുടെ അളവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡിസ്പെർഷൻ ഫോഴ്സ് എന്ന് ക്ലിയർ ആയോ? ഇറ്റ് ഈസ് ദി അട്രാക്റ്റീവ് വാണ്ടർവാൾസ് ഫോഴ്സ്. വാണ്ടർവാൾസ് ഫോഴ്സിനെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ടെമ്പററി ഡൈപോൾസ്. അടുത്ത വരുന്നത് സെക്കൻഡ് ടൈപ്പ് വരുന്നത് ഡൈപോൾ ഫോഴ്സ്. ഡൈപോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പോളാർ മോളിക്യൂൾസ് എടുക്കാം. പോളാർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ HCl പോളാർ മോളിക്യൂൾ ആണ് അല്ലേ? കാരണം അവിടെ ഹൈഡ്രജനും ക്ലോറിനും അവ തമ്മിൽ എന്തുണ്ട്? ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മോളിക്യൂൾസിന് പോളാർ മോളിക്യൂൾ ആണ്, അവർക്ക് ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്നുള്ളത് അല്ലേ? അപ്പൊ അത് പോളാർ മോളിക്യൂൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു HCl എന്ന് പറയുന്ന പോളാർ മോളിക്യൂൾ, അവിടെയും ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതെന്താണ്? പെർമനന്റ് ഡൈപോൾസ് ആണ് അല്ലെ? HClന് പെർമനന്റ് ആയിട്ട് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മോളിക്യൂൾസ്, അതായത് രണ്ടിനും പെർമനന്റ് ഡൈപോൾസ് ഉണ്ട്. അങ്ങനെ പെർമനന്റ് ഡൈപോൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പെർമനന്റ് ഡൈപോൾസ്, that is called, that attractive force, that van der Waals force is called a dipole force. Okay, പെർമനന്റ് ഡൈപോളുകൾക്ക് ഇടയിലുള്ള ഫോഴ്സിനെയാണ് ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന ഇന്ററാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സ്, ഡൈപോൾ ഫോഴ്സിൽ വരുന്ന ഇന്ററാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേഷനറി മോളിക്യൂൾ ആണെങ്കിൽ അവിടെ വരുന്നത് 1/r⁵. അവിടെ വരുന്നത് 1/r⁵യും, എന്നാൽ ഒരു റൊട്ടേറ്റീവ് മോളിക്യൂൾ ആണെങ്കിൽ അതിന്റെ ഇന്ററാക്ഷൻ എനർജി വരുന്നത് 1/r⁶. അപ്പോൾ സ്റ്റേഷനറി പോളാർ മോളിക്യൂൾ ആണെങ്കിൽ ഇന്ററാക്ഷൻ എനർജി 1/r⁵ഉം, എന്നാൽ ഒരു റൊട്ടേറ്റീവ് മോളിക്യൂൾ ആണെങ്കിൽ അവിടെ ഇന്ററാക്ഷൻ എനർജി 1/r⁶ഉം ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ. അതായത് ഒരു പോളാർ മോളിക്യൂൾ HClഉം അതിൻ്റെ ഒരു പെർമനന്റ് ഡൈപോൾ ഉണ്ട്, മറ്റൊന്നൊരു നോൺ പോളാർ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ, അവിടെ ഡൈപോൾ മൊമെന്റ് ഇല്ല. അപ്പൊ ഈ HClന്റെ പെർമനന്റ് ഡൈപോൾ കാരണം ഈ നോൺ പോളാർ മോളിക്യൂളിൽ ഒരു ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യും, ഒരു ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും, ടെമ്പററി ആയിട്ട് ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ പെർമനന്റ് ഡൈപോളും ഇൻഡ്യൂസ്ഡ് ഡൈപോളും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, അതിനെയാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പെർമനന്റ് ഡൈപോളും ഇൻഡ്യൂസ്ഡ് ഡൈപോളും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അവിടെയും ഇന്ററാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ 1/r⁶ തന്നെയാണ്. ഇന്ററാക്ഷൻ എനർജി 1/r⁶ പ്രൊപ്പോർഷനിലായിരിക്കും. ഓക്കെ, നാലാമത്തത് ഹൈഡ്രജൻ ബോണ്ടിങ്. എന്താണെന്ന് അറിയാലോ? ഹൈഡ്രജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനായിട്ടോ നൈട്രജനായിട്ടോ അല്ലെങ്കിൽ ഹാലോജനായിട്ടോ ഉണ്ടാക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചതാണ്. അപ്പൊ ഇത്രയുമാണ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. 4 ടൈപ്പ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ആണ് കാണുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമല്ല ഉണ്ടാവുക, എന്ത് ചെയ്യാം? ഒരു സബ്സ്റ്റൻസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസിനിടയിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ്, അതായത് റിപ്പൾസീവ് ഫോഴ്സും ഉണ്ടായിരിക്കാം. എങ്ങനെ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവാം? അതായത് ആ പാർട്ടിക്കിൾസ്, രണ്ട് മോളിക്യൂൾസ് വരികയാണെങ്കിൽ അവയുടെ ഇലക്ട്രോണിക് ചാർജുകൾ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ ന്യൂക്ലിയകൾ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ റിപ്പൾസീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് സോളിഡും ലിക്വിഡ്സിനെയൊന്നും കംപ്രസ് ചെയ്യാൻ പറ്റാത്തത്. ഈ സോളിഡ് ലിക്വിഡ്സ് കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ റിപ്പൾസീവ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മോളിക്യൂൾസിനിടയിൽ വരുന്ന ഫോഴ്സിനെയാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അത് അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്, റിപ്പൾസീവ് ഫോഴ്സും ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ സ്റ്റേറ്റുകൾ മാറുമ്പോൾ അതിന്റെ ഫിസിക്കലുള്ള പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുന്നുണ്ട്. അതിന് കാരണം ആ ഇന്റർമോളിക്കുലർ ഫോഴ്സും തെർമൽ എനർജിയും തമ്മിലുള്ള ഒരു ബാലൻസിങ് ആണ്. അപ്പൊ അതിൽ തെർമൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് മൂവ് ചെയ്യാനുള്ള എനർജി, അത് മൂവ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ മോഷൻ കൊണ്ട് ഉണ്ടാവുന്ന എനർജിയാണ് തെർമൽ എനർജി എന്ന് വിളിക്കുന്നത്.
ഇത് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷനിലാണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ തെർമൽ എനർജി കൂടുന്നു. ദാറ്റ് ഈസ് തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി, ഒരു സബ്സ്റ്റൻസിനെ മൂവ് ചെയ്യാൻ, ഒരു മാറ്ററിനെ മൂവ് ചെയ്യാനുള്ള ഒരു എനർജി, അതാണ് കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ തെർമൽ എനർജി കൂടുന്നു. അതുകൊണ്ട് ഉണ്ടാകുന്ന ആ മൂവ്മെന്റ്, ആ മോഷനെ വിളിക്കുന്നത് തെർമൽ മോഷൻ എന്നാണ്. അപ്പോൾ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം ഗ്യാസിനേക്കാൾ കൂടുതൽ ലിക്വിഡാണ്. അതാണ്, അങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ വരുന്നത്. ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ കൂടുന്നു. ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് പോകുമ്പോഴും ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു? കൂടുന്നു. എന്നാൽ തെർമൽ എനർജിയുടെ കേസ് നോക്കാം. ഗ്യാസ് നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ തെർമൽ എനർജി എന്ത് ചെയ്യുന്നു? അവിടെ ഗ്യാസിനാണ് കൂടുതൽ വരുന്നത്, ലിക്വിഡിലേക്ക് പോകുമ്പോൾ കുറയുന്നു. ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് പോകുമ്പോൾ തെർമൽ എനർജി കുറയുന്നു. അതായത് തെർമൽ മോഷന് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ തെർമൽ എനർജി ഏറ്റവും കൂടുതൽ വരുന്നത് ഗ്യാസിന്റെ കേസിലും, എന്നാൽ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷന് സോളിഡിലേക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്. പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഗ്യാസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഗ്യാസിനെയും ലിക്വിഡിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സോളിഡിനെ പറ്റിയിട്ട് സെക്കൻഡ് ഇയറിലാണ് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അറിയാം. എന്തൊക്കെയാണ്? ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഡെഫിനറ്റ് ഷേപ്പോ അല്ലെങ്കിൽ ഡെഫിനറ്റ് വോളിയോ ഇല്ല. പിന്നെ എന്താണ്? ഹൈലി കംപ്രസിബിൾ ആണ്. പിന്നെ അതിലെ പാർട്ടിക്കിൾസ് വളരെ ലൂസിലി ആണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഗ്യാസിനെ കുറിച്ചിട്ട് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് ഗ്യാസ് ലോസ് ആണ്. ഗ്യാസിനെ റിലേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ലോസുകളാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ലോസ് പറയുന്നത് ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. പ്രഷർ വോളിയം റിലേഷൻഷിപ്പാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അതായത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലെ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. അതായത് പ്രഷറും വോളിയവും ഒരു ഗ്യാസിൻ്റെത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഒരു ഗ്യാസിന് എമൗണ്ട് ഫിക്സ്ഡ് ആണ്. അതായത് അതിലെ ഗ്യാസ് ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് ഗ്യാസ് എടുത്തിട്ടുണ്ട്, അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഗ്യാസിന് പ്രഷർ ഇൻക്രീസ് ചെയ്യും തോറും അതിന്റെ വോളിയം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. That means pressure and volume are inversely proportional. ആ പ്രൊപ്പോർഷണൽ ആ റിലേഷൻഷിപ്പിനെ വിളിക്കുന്നതാണ് ബോയിൽസ് ലോ. അപ്പൊ അത് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v. 1/vക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതായത് വോളിയത്തിന് ഇൻവേഴ്സ്ലി. വോളിയം താഴെ നിൽക്കുന്നത്, അപ്പൊ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് വായിക്കാം. അല്ലെങ്കിൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/വോളിയം. ആ രീതിയിൽ നമുക്കത് വായിക്കാനായിട്ട് പറ്റും. നമ്മൾ ആ പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു, K1. P equal to K1 into 1/v. We can write എങ്ങനെ എഴുതാം? PV equal to K1 എന്ന് എഴുതാം. അതായത് പ്രഷറും വോളിയം തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് PV equal to കോൺസ്റ്റന്റ് ആണ് ബോയിൽസ് ലോ പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് എടുത്തിട്ടുണ്ട്, ടെമ്പറേച്ചർ ഒന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ പ്രഷർ P1ഉം വോളിയം V1ഉം ആണ്. ഇനി അതിന്റെ പ്രഷർ എന്ത് ചെയ്യുന്നു? P2 ആക്കി ചേഞ്ച് വരുത്തുന്നു. P2 ആക്കി ചേഞ്ച് വരുമ്പോൾ അതിന്റെ വോളിയം എന്ത് ചെയ്യും? V2 ആയിട്ട് മാറും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 equal to P2 V2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് P1/P2 equal to V2/V1. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൂടി കിട്ടും. അതായത് ഗ്യാസിന്റെ P1 എന്ന് പറയുന്ന പ്രഷറും V1 എന്ന് പറയുന്ന വോളിയത്തിൽ ഒക്യുപ്പൈ ചെയ്യാണ്. അതിന്റെ പ്രഷറിൽ ചേഞ്ച് വരുത്തുമ്പോൾ P2 ആയി മാറുമ്പോൾ അതിന്റെ വോളിയം എന്താവും? V2 ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P1/P2 is equal to V2/V1 എന്ന് എഴുതാം. ഇങ്ങനെയാണ് ഈ ബോയിൽസ് ലോയുടെ ഗ്രാഫ് വരുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞ ഈ റിലേഷൻഷിപ്പ് ഇല്ലേ, പ്രഷറും വോളിയം തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണെന്നുള്ളത്, അതെങ്ങനെ ഗ്രാഫിലൂടെ പ്ലോട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ എക്സ് ആക്സിസില് വോളിയവും വൈ ആക്സിസില് പ്രഷറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ ഡിഫറെന്റ് ടെമ്പറേച്ചറിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇപ്പൊ 200 കെൽവിൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എടുത്തിട്ട് പ്രഷറും വോളിയം കൂടി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലൊരു കർവ് കിട്ടും. ഇനി അതിനേക്കാൾ ഒരു ഹയർ ടെമ്പറേച്ചർ മാറ്റി കൊടുത്തു, 400 കെൽവിനായി. അപ്പോൾ അതേപോലത്തെ കർവിനെ കിട്ടിയത് കുറച്ച് തൊട്ട് മുകളിലായിട്ട് അതേപോലെ ഒരു കർവ് കിട്ടി. ഇനി വീണ്ടും ടെമ്പറേച്ചർ മാറ്റി 600 കെൽവിൻ ആക്കിയപ്പോൾ വീണ്ടും അതേപോലെ. അപ്പൊ അവിടെ റിലേഷൻ നമുക്ക് എന്താ? ആ കർവ് നോക്കുമ്പോൾ എങ്ങനെ കാണാൻ പറ്റുന്നത്?
അപ്പൊ നോക്കാം ഈ പ്രഷർ, ഇവിടെ പ്രഷർ ഹൈ ആണ്, പക്ഷെ അതിന്റെ വോളിയം നോക്കൂ കുറവാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രഷർ എടുത്താലോ, ഇവിടെ ഒരു പ്രഷറാണ് എടുക്കുന്നെങ്കിൽ ആ പ്രഷറിലുള്ള വോളിയം ഇതാണ് കിട്ടുന്നത്. ഇവിടെ ഇവിടെ ഹൈ പ്രഷറാണ്, ഹൈ പ്രഷർ എടുക്കുമ്പോൾ അതിന്റെ വോളിയം എന്താണ് വരുന്നത്, ഏറ്റവും ലോ ആണ് വരുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും ലോ പ്രഷർ എടുക്കുമ്പോഴോ നോക്കൂ വോളിയം കൂടുതലാണ് വരുന്നത്. അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ വരുന്ന ഓരോ കർവിനെയും, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് കിട്ടുന്ന പ്രഷർ വോളിയം റിലേഷൻഷിപ്പിൽ ഓരോ കർവിനെ വിളിക്കുന്നത് ഐസോതേം എന്നാണ്. ഐസോതേം, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയിട്ട്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി വരുമ്പോൾ കിട്ടുന്ന പ്രഷർ വോളിയം കർവിനെ വിളിക്കുന്നതാണ് ഐസോതേം. ഓക്കെ, ഇനി നമുക്ക് വേറെ ഏതെങ്കിലും കൂടി ബോയ്സിലുള്ള ഗ്രാഫ് വരക്കാം. പ്രഷറും 1 വോളിയം തമ്മിൽ, പ്രഷറും 1 വോളിയം, ഞാൻ പറഞ്ഞു പ്രഷറും വോളിയം ആണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനില്. എന്നാൽ പ്രഷറും 1 വോളിയം തമ്മിൽ എന്താണ്, ഡയറക്ട്ലി ആണ് 1 വോളിയം. പ്രഷറും 1 വോളിയം കൂടി വരക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ 1 വോളിയവും വൈ ആക്സിസിൽ പ്രഷറും വരക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുക. സ്ട്രൈറ്റ് ലൈൻ ആണ് അവിടെ കിട്ടുക. കാരണം പ്രഷർ ഇൻക്രീസ് അനുസരിച്ച് 1 വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അത് ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള എന്ത് കിട്ടും, സ്ട്രൈറ്റ് ലൈനുകളായിട്ട് കിട്ടും. ഇതാണ് ബോയ്ൽസ് ലോ എന്ന് പറയുന്നത്. പ്രഷർ വോളിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് ഗ്യാസ്, ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്. ബോയ്ൽസ് ലോയിൽ നമ്മൾ കണ്ടത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. അതായത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് എടുത്തിട്ട് അവിടെ ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ ആ ഗ്യാസ് പാർട്ടിക്കിൾസ്, ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ഒരു സ്മോൾ വോളിയത്തിലേക്ക് ഓക്യുപ്പൈ ചെയ്യാണ്. അല്ലെ, അതിന്റെ വോളിയം എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്തിട്ട് സ്മോൾ വോളിയത്തിലേക്ക് ഓക്യുപ്പൈ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്യാസിന് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാസ് ഡെൻസിറ്റി കൂടുതലാണ്. അല്ലെ, ഹൈ പ്രഷറിൽ അത് മോർ ഡെൻസ് ആണ്, ഡെൻസിറ്റി അത് ഹൈലി ഡെൻസ് ആയിട്ട് മാറുന്നു ആ ഗ്യാസ്. അപ്പൊ ഇവിടെ ബോയ്ൽസ് ലോയിൽ നിന്നും നമുക്ക് പ്രഷറും ഡെൻസിറ്റിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നോക്കാം, ഡെൻസിറ്റിയും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഡെൻസിറ്റി കാണാൻ നമുക്കറിയാം എന്താണ്, മാസ് ബൈ വോളിയം ആണ്. അപ്പൊ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. എന്നാൽ ബോയ്ൽസ് ലോ നമ്മൾ PV ഈക്വൽ ടു K1 എന്ന് പഠിച്ചു. അതായത് വോളിയത്തിന് എന്ത് ചെയ്യുക, K1/P എന്ന് എഴുതാം. അപ്പൊ വോളിയത്തിന് K1/P എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഇവിടെ വോളിയത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വോളിയത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ V എന്നുള്ള സ്ഥാനത്ത് നമ്മൾ K1/P എന്ന് കൊടുക്കുന്നു. K1/P എന്ന് കൊടുക്കുന്നു. അപ്പൊ അതൊന്നും കൂടി വൃത്തിയായിട്ട് എഴുതാണെങ്കിൽ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ K1. ഈ P എന്നുള്ളത്, താഴെ കൊടുക്കുന്ന P എന്നുള്ളത് മുകളിലേക്ക് വരും. ഇവിടെ M/K1 എന്ന് പറയുന്നതിനെ കോമൺ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ആക്കി എടുക്കുന്നു. കാരണം ഫിക്സ്ഡ് എമൗണ്ട് ആണ്, ഗ്യാസിന്റെ എമൗണ്ട് ഫിക്സ്ഡ് ആണ്. അപ്പൊ മാസ് കോൺസ്റ്റന്റ് ആണ്. അല്ലെ, ഗ്യാസിന്റെ എമൗണ്ട് ഫിക്സ്ഡ് എന്ന് പറഞ്ഞാല് മാസ് കോൺസ്റ്റന്റ് ആണ്. K1 പിന്നെ ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ M/K1 എന്നുള്ള ടേം കോൺസ്റ്റന്റ് K' എന്ന് കൊടുക്കുന്നു. K'(P), ഡെൻസിറ്റി ഈക്വൽ ടു K'(P) എന്ന് കിട്ടുന്നു. നമ്മളിവിടെ ഫസ്റ്റ് ഗ്യാസ് ലോ ആയിട്ടുള്ള ബോയ്ൽസ് ലോ ആണ് പഠിച്ചത്. സെക്കൻഡ് ഗ്യാസ് ലോ ആണ് ചാൾസ് ലോ. ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് ആണ്. ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഗ്യാസും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ചാൾസ് ലോ പറയുന്നത്. അതായത് ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി സെൽഷ്യസും ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം 1/273.15 എന്ന അളവിൽ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നാണ് ചാൾസ് പറയുന്നത്. ഒരു ഗ്യാസിന്റെ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോഴും അതിന്റെ ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി കൂടുന്നതിനനുസരിച്ചിട്ടും അതിന്റെ വോളിയത്തിൽ എങ്ങനെ ഇൻക്രീസിങ് വരുന്നത്, 1/273.15 എന്ന അളവില് അതിന്റെ വോളിയം കൂടി വരുന്നു. അപ്പോൾ 0 എന്ന് പറയുന്ന ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ 1/273.15 എന്ന അളവിൽ അതിന്റെ വോളിയം കൂടുന്നു. വീണ്ടും ഒരു ഡിഗ്രി കൂടുമ്പോൾ വീണ്ടും ഇതേ അളവിൽ കൂടുന്നു. അപ്പോൾ ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ടും വോളിയത്തിൽ എങ്ങനെയാണ് ഇൻക്രീസിങ് വരുന്നത്, 1/273.15. അതായത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വോളിയം V0 ആണെന്ന് എടുക്കുക, കൺസിഡർ ചെയ്യുക. അതായത് ആ ഗ്യാസിന്റെ ആ സമയത്ത് ടെമ്പറേച്ചർ 0 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ വോളിയം V0. ഇനി അതിന്റെ ടെമ്പറേച്ചർ T ഡിഗ്രി ആണെങ്കിൽ, T ഡിഗ്രി ടെമ്പറേച്ചർ ആണ് കൺസിഡർ ചെയ്തെങ്കിൽ ആ സമയത്തുള്ള വോളിയം VT. T ടെമ്പറേച്ചറിലുള്ള വോളിയം, ദാറ്റ് ഈസ് VT. ഇവിടെ V0, 0 ടെമ്പറേച്ചറിലുള്ള വോളിയം, 0 ഡിഗ്രിയിലുള്ള വോളിയമാണ് V0. ഇവിടെ T ഡിഗ്രിയിലുള്ള വോളിയമാണ് VT. അങ്ങനെയാണെങ്കിൽ
ഈ രീതിയിൽ എഴുതാനായിട്ട് പറ്റും. അതായത് VT is equal to V0 plus T/273.15 into V0 എന്ന രീതിയിൽ എഴുതാനായിട്ട് പറ്റുമെന്നാണ് ചാൾസ് പറയുന്നത്. നമുക്കിതിനെ VT equal to V0, ഈ V0നെ കോമൺ ആക്കിയിട്ട് എടുക്കാറ്. V0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ടാവുള്ളൂ, 1 പ്ലസ് ഇവിടെ ബാക്കി എന്താണ് T/273.15. ഇവിടെ V0നെ കോമൺ ഫാക്ടർ ആക്കി എടുക്കുമ്പോൾ VT is equal to V0 into 1 plus T/273.15 എന്നുള്ളത് കിട്ടും. വീണ്ടും ഒന്നുകൂടി അത് ക്ലിയർ ആയിട്ട് എഴുതുന്നത് V0 into 273.15 plus T divided by 273.15 എന്ന രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. VT equal to V0 into ഇവിടെ 1 into 273.15 പറയുമ്പോൾ 273.15 plus T all divided by 273.15 എന്ന രീതിയിൽ എഴുതുന്നു. അതായത് ഇവിടെ ഒരു ന്യൂ ടെമ്പറേച്ചർ സ്കെയിൽ ഉണ്ടാവാണ്. 0 ഡിഗ്രിയിൽ നിന്നും ഒരു ന്യൂ ടെമ്പറേച്ചർ സ്കെയിൽ, അതായത് കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിൽ ഉണ്ടാവാണ്. ദാറ്റ് ഈസ് ആ 273.15 എന്ന് പറഞ്ഞാൽ അതിനെ T0 എന്നാണ് പറയുന്നത്. 0 ഡിഗ്രിയിലുള്ള കെൽവിൻ ടെമ്പറേച്ചർ 273.15 എന്ന് പറയുന്ന ആ ഒരു അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0 ഡിഗ്രിയിലുള്ള കെൽവിൻ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ 273.15 പ്ലസ് ടീനെ എങ്ങനെ എഴുതുന്നു? T ഇൻറ്റു T എന്ന് എഴുതുന്നത്. T ടെമ്പറേച്ചർ, T ഡിഗ്രിയിലുള്ള കെൽവിൻ ടെമ്പറേച്ചർ. 0 ഡിഗ്രിയിലുള്ള കെൽവിൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? 273.15 ആണ്. അതായത് 0 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? 273.15ന് ഈക്വൽ ആണ്. അതിനെയാണ് കെൽവിൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, T0. 273.15 അതിനോട് കൂടി T കൂട്ടിയാൽ എന്താണ്? അത് TT, T ഡിഗ്രിയിലുള്ള കെൽവിൻ ടെമ്പറേച്ചർ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ കെൽവിന്റെ ഡിഗ്രിയിലേക്കൊക്കെ മാറ്റുന്നത്. അതായത് ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273.15 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കെൽവിൻ ടെമ്പറേച്ചർ ആയിട്ട് മാറും. ഇവിടെ കെൽവിൻ ടെമ്പറേച്ചർ കിട്ടുന്നു. നമ്മൾ ഈ റിലേഷനെ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് VT equal to V0 into 273.15 plus T നെ എങ്ങനെ എഴുതാം? TT divided by 273.15 T0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് VT divided by V0. V0 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ VT divided by V0 equal to TT by T0. ജനറൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ V2 by V1, അതായത് V2 എന്ന് പറയുന്ന വോളിയം, V1 എന്ന് പറയുന്ന വോളിയം, ആ സമയത്തുള്ള ടെമ്പറേച്ചർ T2 T1 ആണെങ്കിൽ എങ്ങനെ എഴുതാം? V2 by V1 equal to T2 by T1. That is V1 by T1 equal to V2 by T2 എന്ന രീതിയിലും ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. എന്ന് പറഞ്ഞാൽ V by T equal to ഒരു കോൺസ്റ്റന്റ് ആണ്, K2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു. അതായത് വോളിയം ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഈക്വൽ ടു K2. ഈ റിലേഷൻഷിപ്പിനെ പറയുന്നതാണ് ചാൾസ് ലോ. അപ്പൊ ചാൾസ് ലോ എന്താണ് പറയുന്നത്? നമുക്കത് ഒന്നുകൂടി V by T എങ്ങനെ എഴുതാം? നമുക്ക് V പ്രൊപ്പോർഷണൽ ടു T എന്ന് എഴുതാം അല്ലേ? V by T ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ V പ്രൊപ്പോർഷണൽ ടു T എന്ന് എഴുതി കൂടെ. അതായത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതാണ് ചാൾസ് ലോ പറയുന്നത്. വോളിയം ഓഫ് എ ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് വോളിയം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ചാൾസ് ലോ പറയുന്നത്. അവിടെ പ്രഷറും എമൗണ്ട് ഓഫ് ഗ്യാസും ഫിക്സ്ഡ് ആയിരിക്കും. വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. ചാൾസ് ലോയുടെ ഗ്രാഫ് നോക്കാം. അതായത് ഇവിടെ y ആക്സിസിൽ വോളിയവും x ആക്സിസിൽ ടെമ്പറേച്ചർ എടുത്തിട്ടുണ്ട്. ഒരു ഫിക്സ്ഡ് പ്രഷർ ആണെങ്കിൽ അതിനൊരു സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. P1 എന്ന പ്രഷറിൽ സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നു. P2 പ്രഷർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അപ്പോൾ മറ്റൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നു. അങ്ങനെ പ്രഷർ മാറുന്നതിനനുസരിച്ച് ഓരോ സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നു. അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈൻ എന്താ മനസ്സിലാവുന്നത്? പ്രഷർ ഫിക്സ്ഡ് ആണെങ്കിൽ വോളിയം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു എന്ന് കാണുന്നു. ഇതിലെ എല്ലാ സ്ട്രൈറ്റ് ലൈനുകളും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ ടെമ്പറേച്ചർ -273.15 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, ആ ഒരു വാല്യൂവിലാണ് അതെല്ലാം എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എന്താണ് വരുന്നത്? 0 ആണ് വരുന്നത്. അതായത് -273.15 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലെ ഗ്യാസിന്റെ വോളിയം 0 ആണ്. ദാറ്റ് ഈസ് ഗ്യാസ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് -273.15.
ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അതായത് ഗ്യാസിന്റെ വോളിയം സീറോ ആകുന്ന ടെമ്പറേച്ചർ, ഗ്യാസിന്റെ വോളിയം സീറോ ആകുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്നതാണ് അബ്സല്യൂട്ട് സീറോ. നേരത്തെ പറഞ്ഞ അബ്സല്യൂട്ട് കെൽവിൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ അതിനെ വിളിക്കുന്നതാണ് അബ്സല്യൂട്ട് സീറോ. എന്താണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല്? ഗ്യാസിന്റെ വോളിയം സീറോ ആകുന്ന ടെമ്പറേച്ചർ. അത് ഏത് ടെമ്പറേച്ചർ? -273.15. ആ ഒരു ടെമ്പറേച്ചറിൽ ഗ്യാസിന്റെ വോളിയം എന്താണ്? സീറോ ആണ്. ഗ്യാസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടെമ്പറേച്ചർ എത്തുന്നതിന് മുന്നേ ഗ്യാസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ലിക്വിഫൈ ചെയ്യും. ഗ്യാസ് ലിക്വിഫൈ ചെയ്യും. അല്ലാതെ ഈ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലുള്ള വോളിയത്തിനെ വിളിക്കുന്നതായിരിക്കും അബ്സല്യൂട്ട് സീറോ വോളിയം. ആ ടെമ്പറേച്ചറിനെ വിളിക്കും അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചത് ഇവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സിലെ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ലണ്ടൻ ഫോഴ്സ്, പിന്നെ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ, പിന്നെ ഹൈഡ്രജൻ ബോണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഗ്യാസ് ലോ ആണ്. അതിൽ 4 ഗ്യാസ് ലോസ് നമുക്ക് പഠിക്കാണ്. അതിൽ 2 നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്, ബോയിൽസ് ലോയും ചാൾസ് ലോയും. ബാക്കി വരുന്ന ലോസ് അവഗാഡ്രോ ലോ, ഗേ-ലുസാക്സ് ലോ ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.